നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മോദിയുടെ കുവൈറ്റ് സന്ദർശനം ലക്ഷ്യം വയ്ക്കുന്നത് എന്ത്? ഇങ്ങനെയൊരു ചോദ്യത്തിന് പല കാരണങ്ങളാണ് ഉയർന്നു വരുന്നത്. കുവൈറ്റുമായി അടുത്ത ബന്ധവും സഹകരണവും ഉണ്ടെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഗൾഫ് രാജ്യം സന്ദർശിച്ചിട്ട് 43 വർഷമായി. അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. 1981 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കുവൈറ്റ് സന്ദർശിച്ചതിന് ശേഷം രാജ്യത്തെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഈ മാസം ആദ്യം ഇന്ത്യ സന്ദർശിച്ച കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യാഹ്യ മോദിയെ കുവൈറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു. കൂടാതെ കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബറും രാജ്യത്തേക്ക് മോദിയെ ക്ഷണിച്ചിരുന്നു. അധികം വൈകാതെ ക്ഷണം സ്വീകരിച്ചുള്ള ഈ സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് മോദി കുവൈറ്റിലെത്തുന്നത്. പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകാൻ ഒരുങ്ങി രാജ്യമെങ്ങും മോദിയുടെ ചിത്രങ്ങളും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. കുവൈറ്റ് രാജകുടുംബാംഗങ്ങൾ തുടങ്ങി ഇന്ത്യൻ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ചെറുതും വലുതുമായ കമ്പനികളും മോദിയെ വരവേറ്റ് സമൂഹ മാധ്യമങ്ങൾ മുഖേന പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി ലേബർ ക്യാമ്പ് സന്ദർശിക്കാനും ഇടയുണ്ട്. ക്യാമ്പിൽ നേരിട്ട് ചെന്ന് വിവരങ്ങൾ തിരക്കും. 5 ദശലക്ഷത്തിനടുത്ത് ജനസംഖ്യയുള്ള കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ സമൂഹം. ഏകദേശം 10 ലക്ഷം ഇന്ത്യക്കാർ കുവൈറ്റിലുണ്ടെന്നാണ് കണക്ക്. ശനിയാഴ്ച പ്രധാനമന്ത്രി സബ അൽ സാലേമിലുള്ള ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സലേം അൽ സബാഖ് ഇൻഡോർ സ്പോർട്സ് ഹാളിൽ വെച്ച് ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കുക ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന നയതന്ത്ര മുന്നേറ്റം കൂടിയാണ് മോദിയുടെ കുവൈറ്റ് സന്ദർശനം. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തുന്നത്. സന്ദർശനത്തിനിടെ സുപ്രധാന കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് സൂചനകൾ. 2017 സ്വകാര്യ സന്ദർശനത്തിനായി കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. 2013 കുവൈറ്റ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തിയതായിരുന്നു ഇരുഭാഗത്തു നിന്നുമുള്ള അവസാന ഉന്നതതല സന്ദർശനം. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യാഹ്യ ഈ മാസം ആദ്യം ഇന്ത്യ സന്ദർശിച്ച് മോദിയെ കുവൈറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു. സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഖ് ഖാലിദ് അൽ ഹമദ് അൽ സബായുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശക്തമായ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. കുവൈറ്റിന്റെ മികച്ച വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് ഇന്ത്യ. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഊർജ്ജ മേഖല, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം. ഇതുകൂടാതെ അധികം വൈകാതെ അദ്ദേഹം സൗദി അറേബ്യയും സന്ദർശിക്കും. മോദി സൗദി അറേബ്യയിൽ എത്തുന്ന തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. ഡിസംബർ അവസാനത്തിൽ മോദി റിയാദിൽ എത്തുമെന്നായിരുന്നു നേരത്തെ കിട്ടിയ സൂചന. എന്നാൽ പിന്നീട് തീയതി മാറ്റി. ജനുവരിയിൽ മോദി സൗദിയിൽ എത്തുമെന്നാണ് പുതിയ വിവരം. കുവൈറ്റ് സന്ദർശനത്തിന് പിന്നാലെ തന്നെ സൗദി സന്ദർശനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്.